നമസ്കാരം, ഞാൻ കാർത്തിക, MBA കൺസൾട്ടന്റ് ഫ്രം ലൈവഡ്. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ പരീക്ഷകളിൽ 100-ൽ 100 മാർക്ക് വാങ്ങുന്ന ആളാണോ? എങ്കിൽ ഒരു കൺസൾട്ടന്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: ക്ലാസ് മുറിയിലെ ഈ മിടുക്ക് അവനെ ഒരു ആർമി ഓഫീസർ ആകാൻ സഹായിക്കുമോ? പലരും വിശ്വസിക്കുന്നത് അക്കാദമിക് റാങ്ക് ഉണ്ടെങ്കിൽ NDA സെലക്ഷൻ ഉറപ്പാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. NDA റിട്ടൺ എക്സാം കുട്ടികളുടെ ബുദ്ധിയെ അളക്കുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന SSB അളക്കുന്നത് കുട്ടിയുടെ നേതൃത്വ പാഠവത്തെയും ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസിനെയുമാണ്. ഓർക്കുക, എഴുത്ത് പരീക്ഷ വെറും ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് മാത്രമാണ്. അതിനുശേഷമുള്ള 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂവിലാണ് 93% വിദ്യാർത്ഥികളും പരാജയപ്പെടുന്നത്. കാരണം അവിടെ വേണ്ടത് ബുദ്ധിമാന്മാരെയല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാത്ത, കൂടെയുള്ളവരെ നയിക്കാൻ ശേഷിയുള്ള നേതാക്കളെയാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും അനുസരണയുള്ള കുട്ടികളായി വളരുന്നു. എന്നാൽ സൈന്യത്തിന് വേണ്ടത് സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ള നേതാക്കളെയാണ്. ഇവിടെ മാതാപിതാക്കൾ വരുത്തുന്ന വലിയൊരു തെറ്റുണ്ട്. അവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കും, പക്ഷെ കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിനോ ശാരീരിക ക്ഷമതയ്ക്കോ വേണ്ടത്ര പ്രാധാന്യം നൽകില്ല. ഇങ്ങനെ വരുമ്പോൾ കാഴ്ചശക്തിയിലോ അല്ലെങ്കിൽ എല്ലുകളുടെ ഘടനയിലോ ഒക്കെയുള്ള ചെറിയൊരു പ്രശ്നം മതി വർഷങ്ങളായുള്ള നമ്മുടെ മക്കളുടെ പ്രയത്നം വെറുതെയാകും, പാഴാകും. ഒരു കൺസൾട്ടന്റ് എന്ന നിലയിൽ എൻ്റെ ധർമ്മം കേവലം പരിശീലനം നൽകുക എന്നത് മാത്രമല്ല, മറിച്ച് ഇത്തരം അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുക എന്നത് കൂടിയാണ്. അതുകൊണ്ട് കുട്ടിയുടെ കരിയറിൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപം പാഴാകാതിരിക്കാൻ ഒരു എയർലി ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. നിങ്ങളുടെ കുട്ടിയുടെ കരിയർ വെറും മാർക്കിൽ മാത്രം ഒതുക്കരുത്. അവരുടെ വ്യക്തിത്വ വികാസവും ക്വാളിറ്റീസും ശാരീരിക ക്ഷമതയും ഒക്കെ മനസ്സിലാക്കി അവരുടെ യഥാർത്ഥ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ശരിയായ മാർഗത്തിലേക്ക് നയിക്കാൻ ഇന്ന് തന്നെ ലൈവഡ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക്